أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلا أقسم بمواقع النجوم وإنه لقسم لو تعلمون عظيم. إنه لقرآن كريم في كتاب مكنون لا يمسه إلا المطهرون تنزيل من رب العالمين. أفبهذا الحديث أنتم مدهنون وتجعلون رزقكم أنكم تكذبون. فلولا إذا بلغت الحلقوم وأنتم حينئذ تنظرون ونحن أقرب إليه منكم ولكن لا تبصرون. فلولا إن كنتم غير مدينين ترجعونها إن كنتم صادقين. فأما إن كان من المقربين فروح وريحان وجنة نعيم. وأما إن كان من أصحاب اليمين فسلام لك من أصحاب اليمين. وأما إن كان من المكذبين الضالين فنزل من حميم وتصلية جحيم. إن هذا لهو حق اليقين فسبح باسم ربك العظيم. صدق الله العلي العظيم. ഒന്നുകൂടെ നോക്കിക്കോളൂ. فلا أقسم بمواقع النجوم وإنه لقسم لو تعلمون عظيم. إنه لقرآن كريم في كتاب مكنون لا يمسه إلا المطهرون تنزيل من رب العالمين. وفبهذا الحديث أنتم مدهنون وتجعلون رزقكم أنكم تكذبون. فلولا إذا بلغت الحلقوم وأنتم حينئذ تنظرون ونحن أقرب إليه منكم ولكن لا تبصرون. فلولا إن كنتم غير مدينين ترجعونها إن كنتم صادقين. فأما إن كان من المقربين فروح وريحان وجنة نعيم. وأما إن كان من أصحاب اليمين فسلام لك من أصحاب اليمين. وأما إن كان من المكذبين الضالين فنزل من حميم وتصلية جحيم. إن هذا لهو حق اليقين فسبح باسم ربك العظيم. ഇപ്പോൾ സൂറത്തുൽ വാഖിഅ 75 മുതൽ 96 വരെ അവസാനം വരെ സൂറത്തുൽ വാഖിഅയാണ് നമ്മൾ ഓതി കേട്ടത്. ഈ ഞാൻ പറഞ്ഞു തുടക്കത്തിൽ, അതായത് ഇത് പരിശുദ്ധ ഖുർആനെ കുറിച്ച് ഏറ്റവും മനോഹരമായി വിശദീകരിക്കുന്ന ഭാഗങ്ങളാണ് ഇത്. വിശുദ്ധ ഖുർആനെ കുറിച്ച് ഇത്ര മനോഹരമായി മറ്റൊരിടത്തും ഇത്ര വിശദമായും അള്ളാഹു പറഞ്ഞിട്ടില്ല. അപ്പൊ അതിന്റെ പ്രത്യേകിച്ച് റമദാൻ, വിശുദ്ധ ഖുർആനിന്റെ മാസമായ റമദാൻ ആഗതമാകുന്നതിന് മുമ്പ് നമുക്ക് ഈ ആയത്തുകൾ കേൾക്കുക, ഇത് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ 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 പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ പ്രാധാന്യം ഇതിന് കൊടുക്കണം എന്നുകൂടി തുടക്കത്തിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്. എന്ന് മാത്രമല്ല, ഇതിനുശേഷം
മരണത്തെക്കുറിച്ച് പറയുന്നു. അതും വളരെ ഗൗരവപ്പെട്ട ഒരു താക്കീത് മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മരണത്തിന് ശേഷമുള്ള നമ്മുടെ അവസ്ഥകളെ, ആ 3 വിഭാഗത്തെ വീണ്ടും ഒരിക്കൽ കൂടി എണ്ണി പറഞ്ഞിട്ട് അതും ഇതിൽ പറയുന്നുണ്ട്. ആദ്യം അള്ളാഹു പറഞ്ഞു ഫലാ ഉഖ്സിമു, ഞാൻ സത്യം ചെയ്യുന്നു, അല്ലെ. ലാ ഉഖ്സിമു എന്ന് പറഞ്ഞാല് ശരിക്കും അതിന്റെ ഡയറക്റ്റ് അർത്ഥം ഞാൻ സത്യം ചെയ്യുന്നില്ല എന്നാണ്. പക്ഷെ ഇവിടെ നെഗറ്റീവ് പറഞ്ഞിട്ട് പോസിറ്റീവ് ഉദ്ദേശിക്കുന്ന ഒരു ശൈലിയുണ്ട് അറബി ഭാഷയിൽ. ഇപ്പോ അത് പലയിടത്തും നമുക്ക് കാണാം. ലാ ഉഖ്സിമു ബി യൗമിൽ ഖിയാമ, പിന്നെ ലാ ഉഖ്സിമു ബി ഹാദൽ ബലദ് എന്നുള്ളിടത്തൊക്കെ അതുപോലെയാണ് അതിന്റെ അർത്ഥം. ഞാൻ ഈ രാജ്യത്തെക്കുറിച്ച് സത്യം ചെയ്യുന്നു, അന്ത്യനാളിനെ കുറിച്ച് ഞാൻ സത്യം ചെയ്യുന്നു എന്ന് പറഞ്ഞ പോലെ ഫലാ ഉഖ്സിമു ബി മവാഖിഅൻ നുജൂം. ഞാൻ വേറൊരർത്ഥം അതിന് പറയുന്നത് ഫല എന്നുള്ളത് സെപ്പറേറ്റ് ആണ്. ഫല അങ്ങനെയല്ല, നേരത്തെ പറഞ്ഞ കാര്യങ്ങളെ നിഷേധിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി നമ്മൾ പറയില്ലേ ചിലപ്പോഴൊക്കെ, അല്ല ഞാനൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഞാൻ പറയണമെന്നില്ല എന്നല്ലല്ലോ. അല്ല ഞാനൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതിന് വ്യത്യസ്തമായിട്ട് ഞാനൊന്ന് പറയട്ടെ എന്നാണല്ലോ അതിന്റെ അർത്ഥം. അതുപോലെയാണ് ഫല അല്ല. ഉഖ്സിമു ബിമവാഖിഅൻ നുജൂം, നക്ഷത്ര സ്ഥാനങ്ങളെ പിടിച്ച് ഞാൻ സത്യം ചെയ്തു പറയുന്നു. ഒരു വളരെ വ്യത്യസ്തമായ സത്യമാണ് ഇവിടെ, അല്ലെ. മുമ്പൊക്കെ പിന്നെ ഇപ്പം വശംസ് സൂര്യനെ കൊണ്ട് സത്യം, വൽ ഖമർ ചന്ദ്രനെ കൊണ്ട് സത്യം, വൽ അസ്ർ കാലത്തെ കൊണ്ട് സത്യം, വാവ് വെച്ചിട്ടാണ് അധിക സത്യവും ഉണ്ടാകാറ്. പക്ഷെ ഇവിടെ നക്ഷത്രത്തിന്റെ സ്ഥാനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് അള്ളാഹു സത്യം ചെയ്ത് പറയുന്നത് എന്താണ്, അത് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. ഇപ്പൊ നമ്മൾ ഇത്രയും മനസ്സിലാക്കാം. മവാഖിഅൻ നുജൂം, മൗഖി എന്നതിന്റെ ജമ്മാണെന്ത്? മവാഖി. മൗഖി വഖഅ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനത്ത് വച്ചു അല്ലെങ്കിൽ ഒരു സ്ഥാനത്ത് പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ അർത്ഥം. വഖഅ വഖഅ അല്ലെങ്കിൽ ഒരു സ്ഥാനത്ത് ഒരു സ്ഥാനത്ത് അത് ഫിറ്റായിട്ട് ഇരുന്നു എന്നതിനും വഖഅ എന്ന് പറയും. അതിൽ നിന്നാണ് മൗഖി, അതിന്റെ സ്ഥാനം എന്ന് പറയും. മവാഖ് എന്ന് പറയുമ്പോ സ്ഥാനങ്ങൾ, നക്ഷത്രം. നജ്മിന്റെ ജമ്മാണ് നുജൂം. നജ്മ് എന്ന് പറഞ്ഞാല് നക്ഷത്രം. വൻ നജ്മി ഇദാ ഹവ നമ്മൾ പഠിച്ചിട്ടില്ലേ സൂറത്തുൽ നജ്മില്. അപ്പോ നക്ഷത്രങ്ങളുടെ സ്ഥാനങ്ങളെ കുറിച്ച് ഞാൻ സത്യം ചെയ്യുന്നു. നക്ഷത്രങ്ങളുടെ സ്ഥാനത്തിന് എന്താ പ്രത്യേകത? ആകാശത്ത് കാണുന്ന നക്ഷത്രത്തിന്റെ എന്താ പ്രത്യേകത? അല്ല, അതിന്റെ സ്റ്റാർ വാച്ചേഴ്സിനോട് ചോദിച്ചറിയാം. ഈ നക്ഷത്രങ്ങൾ സ്ഥിരമാണ്, അതിന്റെ സ്ഥാനം സ്ഥിരമാണ്. അത് നമുക്ക് വളരെ, നമ്മൾ എവിടെ നോക്കിയാലും അത് ഒറ്റ സ്ഥലത്താണ് കാണാം. അതുകൊണ്ടുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാല് നമുക്ക് വഴി കണ്ടുപിടിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഇപ്പോഴല്ല, ഇപ്പൊ നമുക്ക് GPS ഉണ്ട്, വെയ്സ് ഉണ്ട്, ഗൂഗിൾ മാപ്പ് ഉണ്ട്, അല്ലെ. വണ്ടിയിലൊക്കെ എല്ലാവരുടെ വണ്ടിയിലും മറ്റേ GPS ഒക്കെ ഉണ്ട്. ഇനി ഒന്നുമില്ലെങ്കിൽ മൊബൈൽ ഫോണിലുണ്ട് ലൊക്കേഷൻ ഒരാൾ അയച്ചെന്നാൽ വളരെ ഈസി ആയിട്ട് അവിടെ എത്താം. പണ്ട് കാലത്ത് മൊബൈൽ ഫോണോ വാട്സപ്പോ ഒന്നും ഇല്ലാത്തൊരു കാലത്ത് ആളുകൾ എങ്ങനെയാണ് സ്ഥലം കണ്ടുപിടിച്ചിരുന്നത്? നക്ഷത്രത്തെ നോക്കിയിട്ടാണ്. രാത്രിയിൽ നക്ഷത്രത്തെ നോക്കും. ആ നക്ഷത്രത്തിന്റെ സ്ഥാനം അനുസരിച്ചിട്ടാണ് അവർ യാത്ര തീരുമാനിക്കുക. ഏത് ദിക്കിലേക്ക് പോകണം, മരുഭൂമിയിൽ നിന്ന് ഏത് ദിക്കിലേക്ക് പോയാല് കര എത്താൻ പറ്റും, ആള് താമസമുള്ളിടത്ത് എത്താൻ പറ്റും, ഇന്ന സ്ഥലത്ത് എത്താൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചു, ഒട്ടകങ്ങളെ കൊണ്ട് മരുഭൂമിയിൽ അങ്ങോട്ട് പോയാല് എങ്ങനെയാ അവിടെ എത്തുക? മക്കയെന്ന് പോയിട്ട് യമനിൽ എങ്ങനെ എത്തുക? മക്കയെന്ന് പോയിട്ട് ഷാമിൽ എങ്ങനെ എത്തുക? അപ്പോൾ വളരെ വ്യക്തമായിട്ട് അന്നത്തെ ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു നക്ഷത്രങ്ങളുടെ സ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വഴി കാണിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ആ പറയുന്നതെന്ന് അവർക്ക് അറിയാമായിരുന്നു കേട്ടോ. അതാണ് ഖുർആനുമായിട്ട് അള്ളാഹു ബന്ധപ്പെടുന്നത്. അത്രയും മനസ്സിൽ വെച്ചിട്ട് ഇനി ബാക്കി കേൾക്കൂ കേട്ടോ. എന്നിട്ട് അതിന്റെ ഇടയിൽ ഒരു വർത്താനം അള്ളാഹു പറഞ്ഞു, വഇന്നഹു ലഖസമുൻ. ഖസം, ഖസമൻ, ഖസമൻ എന്ന് പറയും. അത് ഈ ഖത്തറിന്റെ ഔദ്യോഗിക ദേശീയ ഗാനമല്ലേ, അത് ആരംഭിക്കുന്നതിന് ഖസമൻ എന്ന് പറഞ്ഞിട്ടാണ്. ഖസമൻ, സത്യം, ലോയൽറ്റി, ഞങ്ങള് കൂറ് പ്രഖ്യാപിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വഇന്നഹു ലഖസമൻ, അത് തീർച്ചയായും ഒരു സത്യമാണ്. ലൗ തഅലമൂന, നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, നിങ്ങൾക്കറിയാമായിരുന്നുവെങ്കിൽ. അലീം, ഭയങ്കരമാണ്, ഭയങ്കരമായ സത്യമാണിത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, എവിടെയെങ്കിലും അള്ളാഹു സത്യം ചെയ്തോടത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? വശംസി ഇന്നഹു ലഖസമുൻ ലൗ തഅലമൂന അലീം അവിടെ പറഞ്ഞിട്ടുണ്ടോ? വൽ അസ്ർ,
ഇന്നഹു ലഖസമുൻ ലൗ തഅലമൂന അളീം എന്ന് പറഞ്ഞിട്ടുണ്ടോ? വല്ലൈലി ഇദാ യഗ്ഷ അവിടെ പറഞ്ഞിട്ടില്ല. ഒരു സ്ഥലത്തും, ഒരു സത്യം ചെയ്ത് ഖുർആനിൽ പറഞ്ഞ ഒരു സ്ഥലത്തും ഇങ്ങനെ അള്ളാഹു പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ സത്യത്തിന് എന്തുണ്ട്? ഒരു ഗൗരവമുണ്ട്. ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം, നക്ഷത്രത്തിന്റെ സ്ഥാനത്തെക്കുറിച്ച് ഞാൻ സത്യം ചെയ്യുന്നു. ഇന്നഹു ലഖസമുൻ വ ഇന്നഹു ലഖസമുൻ, അതൊരു സത്യമാണ്. ലൗ തഅലമൂന, നിങ്ങൾക്ക് അറിയുമായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്നുവെങ്കിൽ, നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇന്നഹു ലഖസമുൻ അളീം, ശരിക്കും പറയേണ്ട അങ്ങനെയാണ്. ഇന്നഹു ലഖസമുൻ അളീം ല തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, നിങ്ങൾ അറിയുന്നുവെങ്കിൽ ഇതൊരു ഭയങ്കരമായ മഹത്തായ സത്യമാകുന്നു. ഇന്നഹു ലഖുർആനുൻ കരീം എന്നിട്ടാണ് പറയുന്നത്. ഇനിയാണ് ഈ സത്യം ചെയ്ത് പറയുന്ന കാര്യം ഇതാണ്. എന്താണ്? ഇന്നഹു, തീർച്ചയായും അത്, ലഖുർആനുൻ കരീം, ഖുർആൻ ആണ്. കരീം, എങ്ങനത്തെ ഖുർആൻ? കരീം, കരീം എന്ന് പറഞ്ഞാ എന്താ? ആദരണീയമായ, മഹത്തായ, മഹത്തായ ആദരണീയമായ ഖുർആനാണ് ഇത്. ഇന്നഹു ലഖുർആനുൻ കരീം ഫീ കിതാബിൻ മക്നൂൻ. ഫീ കിതാബിൻ മക്നൂൻ, എന്താ മക്നൂൻ എന്ന് പറഞ്ഞാ? മക്നൂൻ എന്ന് പറഞ്ഞാൽ സുരക്ഷിതമായി പൊതിഞ്ഞ, വളരെ സുരക്ഷിതമായി സൂക്ഷിക്കപ്പെട്ട ഒരു ഗ്രന്ഥത്തിലാണ് ഈ ഖുർആൻ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഇതൊരു നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു നിസ്സാര ഗ്രന്ഥം അല്ല ഈ ഖുർആൻ. ഖുർആൻ എന്ന് പറഞ്ഞാൽ അതിമഹത്തരമായ ഗ്രന്ഥമാണ്. അത് അള്ളാഹു സത്യം ചെയ്തിട്ട് പറയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളോട് സത്യം ചെയ്ത് പറയുന്ന ആളാരാ? അള്ളാഹു ആണ്, അല്ലെ? ഇത് ആരോടാ പറയുന്നത്? അന്ന് ഖുർആനിൽ വിശ്വസിക്കാത്ത ആളുകളോടാണ് പറയുന്നത്. അതുകൊണ്ടാണ് ലൗ തഅലമൂന, നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് പറയുന്നത്. നമുക്കിപ്പോ ഇത് മനസ്സിലാവും. കാരണം എന്താ? നമുക്ക് അറിയാം ഇത് അള്ളാഹാണ് പറയുന്നത്, നമ്മളോടാണ് പറയുന്നത്, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് വല്ലാതെ ചിന്തിക്കുന്നില്ല. പക്ഷെ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഖുർആനിൽ വിശ്വസിക്കാത്ത മനുഷ്യരോട് അള്ളാഹു പറയണ്, ഇത് അതിമഹത്തായ ഒരു ഗ്രന്ഥമാണിത്. ഫീ കിതാബിൻ മക്നൂൻ, രഹസ്യമായി അല്ലെങ്കിൽ അതിസുരക്ഷിതമായി സൂക്ഷിക്കപ്പെട്ട ഒരു ഗ്രന്ഥത്തിലാണ് ഇതുള്ളത്. ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹ്ഹറൂൻ, ലാ യമസ്സുഹു, അതിനെ സ്പർശിക്കുകയില്ല, ഇല്ലൽ മുത്തഹ്ഹറൂൻ, വിശുദ്ധരല്ലാതെ അതിനെ സ്പർശിക്കുകയില്ല. തഹൂർ അല്ലെ, തഹൂർ, തഹാറത്ത് കേട്ടല്ലേ? തഹാറത്ത് എന്താ? പരിശുദ്ധി. ഇല്ലൽ മുത്തഹ്ഹറൂൻ, പരിശുദ്ധരല്ലാതെ അതിനെ സ്പർശിക്കുകയില്ല. ഇവിടെ ഉദ്ദേശിക്കുന്നത് വെറും വാക്കർത്ഥത്തിലെടുത്തിട്ട് ആളുകൾ പറയാറുണ്ട് ഒളു എടുക്കാതെ ഖുർആൻ സ്പർശിക്കുന്നതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അത് പക്ഷെ വളരെ എന്താ പറയാ, ഖുർആന്റെ അർത്ഥത്തെ നമ്മൾ മിതമായി മനസ്സിലാക്കാനാണ്. അങ്ങനെയല്ല അള്ളാഹു ഉദ്ദേശിച്ചത്. അത് വിശുദ്ധരായ മലക്കുകൾ, ആകാശലോകത്ത് വിശുദ്ധരായ മലക്കുകൾ പ്രത്യേകമായി സ്പർശിച്ചു കൊണ്ടുവന്ന ഒരു ഗ്രന്ഥമാണിത്. അവരാണ് ഇതിന്റെ വാഹകര്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഇത് ഇറക്കി, ലൗഹൽ മഹ്ഫൂദിൽ നിന്ന് എടുത്ത് അതിറക്കി കൊണ്ടുവന്ന് കൊടുക്കുന്നത് വിശുദ്ധരായ മലക്കുകളാണ്. അപ്പോ ഒരു സംഗതി സൂക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു സംഗതിയെ വഹിക്കുന്ന ആളുകള് പരിശുദ്ധരാണെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? ആ സംഗതി തന്നെ അതിമഹത്തരമാണ്, അതിപരിശുദ്ധമാണ് എന്നർത്ഥം. ഓക്കെ, അതുകൊണ്ടാണ് പണ്ട് കാലത്ത് ഇത് അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഇതിനെ വളരെ വിശുദ്ധമാക്കി കെട്ടിപ്പൂട്ടി വെച്ചു, അല്ലെ? ആരും തൊടാൻ പാടില്ല, തുറക്കാൻ പാടില്ല, പഠിക്കാൻ പാടില്ല, വെറുതെ എടുത്ത് ഓതാനേ പാടുള്ളൂ. അന്ന് അതിനെ മനസ്സിലാക്കിയ ഒരു രീതി അതായിരുന്നു. പക്ഷെ അത് അങ്ങനെയുള്ള ഗ്രന്ഥമല്ല എന്ന് പിന്നീട് അള്ളാഹു പറയുന്നുണ്ട്. ഇതിനെ നോക്കൂ, തൻസീലും മിർ റബ്ബിൽ ആലമീൻ. ഇത് എവിടെ നിന്നാണ് അവതരിച്ചത്? മിർ റബ്ബിൽ ആലമീൻ, സർവ്വലോകങ്ങളുടെയും രക്ഷിതാവിൽ നിന്നാണ് ഈ വിശുദ്ധ ഖുർആനിന്റെ അവതരണം. സർവ്വലോകങ്ങളുടെയും രക്ഷിതാവിൽ നിന്നാണ് ഇതിന്റെ അവതരണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുന്ന സർവ്വലോകങ്ങളുടെയും രക്ഷിതാവായ എല്ലാം അറിയുന്ന ഒരു നാഥൻ നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി നൽകിയ ഒരു വിശുദ്ധ ഗ്രന്ഥമാണിത് എന്നർത്ഥം. അല്ലാതെ ഇത് ഏതോ ഒരാള് ഇരുന്ന് എഴുതിയുണ്ടാക്കിയതോ ആരെങ്കിലും ഒരു പ്രവാചകൻ അദ്ദേഹത്തിന്റെ വചനമായിട്ട് പറഞ്ഞതോ ആ പ്രവാചകന് ശിഷ്യന്മാരെ എഴുതിയതോ അല്ല. ബൈബിളിനെ കുറിച്ച് നമ്മളിപ്പോ ഇന്ന് മനസ്സിലാക്കുന്ന അതാണല്ലോ.
ക്രിസ്ത്യാനികൾ പോലും വിശ്വസിക്കുന്നില്ല അത് ദൈവിക വചനമാണെന്ന്. അതിന്റെ അകത്ത് ദൈവിക വചനങ്ങളുടെ അംശങ്ങൾ ഉണ്ടാകാം, പക്ഷെ അത് എഴുതിയതാരാ? പൗലോസ്, മാർക്കോസ്, ലൂക്കോസ്, പത്രോസ്, യോഹന്നാൻ, അല്ലെ? പിന്നെ അപ്പോസ്തലന്മാര്, അവരൊക്കെ എഴുതിയതാണ്. 27 പുസ്തകമുണ്ട് പുതിയ നിയമത്തില്. പഴയ നിയമത്തില് എല്ലാം കൂടി ഒരു 76 പുസ്തകമുണ്ട്. ഈ 76 പുസ്തകവും വ്യത്യസ്തങ്ങളായിട്ട് മനുഷ്യന്മാർ എഴുതിയതാണ്. അതിന്റെ അകത്ത് ഇടയ്ക്കൊക്കെ ദൈവിക വചനങ്ങൾ ചിലപ്പോൾ വരുന്നുണ്ട്, അത് കടന്നു വന്നു, യേശു ക്രിസ്തുവിൽ നിന്ന് കേട്ട ചിലര് അതങ്ങനെ പകർത്തിയെന്ന് മാത്രം. അതുപോലെ ലോകത്ത് ഏത് ഗ്രന്ഥമാണ് യഥാർത്ഥത്തിൽ തന്നെ അത് സ്വയം ക്ലെയിം ചെയ്യുന്നത്? ഈ തൻസീലും മിർ റബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവിൽ നിന്നുള്ള ഒരു ഗ്രന്ഥമാണ്, അവതരിപ്പിക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണിത്. അഫബിഹാദൽ ഹദീസ്, ഈ ഗ്രന്ഥത്തെക്കുറിച്ച്, എന്നിട്ടും ഈ വചനത്തോടാണോ അന്തും മുദ്ഹിനൂൻ, നിങ്ങൾ നിസ്സംഗത പുലർത്തുന്നത്? ദുഹന് എന്ന് പറഞ്ഞാല് ഒരർത്ഥത്തില് ശരിക്ക് എണ്ണയ്ക്ക് പറയും പിന്നെ ദുഹനെന്ന്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ദഹന, അദ്ഹന യുദ്ഹിനു എന്ന് പറഞ്ഞാല് നിസ്സംഗത പുലർത്തുക. നമ്മൾ ആ വിശുദ്ധ ഖുർആൻ കേട്ടിട്ടും നമ്മുടെ മനസ്സിലൊരു അസ്വസ്ഥത ഉണ്ടാകുന്നില്ല, നമുക്ക് അതിനെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുന്നില്ല, അത് പഠിക്കുന്നതിനെ കുറിച്ച് നമുക്ക് വളരെ ലളിതമായ ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അതിനെക്കുറിച്ചാണ് അള്ളാഹു ചോദിക്കുന്നത്, ഫബിഹാദൽ ഹദീസ് അൻതും മുദ്ഹിനൂൻ, ഈ വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിട്ട് നിങ്ങൾ അതിനോട് എന്തിനാണ് നിസ്സംഗത പുലർത്തുന്നത്? വതജഅലൂന റിസ്ഖക്കും, നിങ്ങൾ നിങ്ങളുടെ വിഹിതത്തെ ആക്കുന്നു, അന്നക്കും തുകദ്ദിബൂൻ, നിങ്ങൾ ഖുർആനിനെ നിഷേധിക്കുന്നവരാക്കിയിട്ട് നിങ്ങളുടെ വിഹിതത്തെ മാറ്റുന്നു. ഇത് മക്കയിലെ മുശ്രിക്കുകളോട് പറയണം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിശുദ്ധ ഖുർആനുള്ള നിങ്ങളുടെ നിലപാടെന്താ? അത് ഇതിനെ കളവാക്കുക എന്നുള്ളതാണ്. ശരിക്കും ആലോചിച്ച് നോക്കൂ, എന്താണ് വിശുദ്ധ ഖുർആൻ? ഇത്രയും പറഞ്ഞതിൽ നിന്ന് അള്ളാഹു വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്ന 3-4 കാര്യങ്ങളുണ്ട്. ഒന്നെന്താ? ഒന്ന്, ഇത് അതിമഹത്തരമായ ഒരു ഗ്രന്ഥമാണ്, അല്ലെ? അതിവിശുദ്ധമായ ഒരു ഗ്രന്ഥമാണ്. അള്ളാഹു അവന്റെ പ്രത്യേകമായ വിശുദ്ധരായ മലക്കുകളാൽ ഈ ലോകത്തേക്ക് അവതരിപ്പിച്ച ഒരു ഗ്രന്ഥമാണ്. ഒന്നാമത്തെ അതാണ്. രണ്ടാമത്തത്, ഇത് എന്താണ്? ഈ ഗ്രന്ഥം നമ്മളോട് സംസാരിക്കുന്നുണ്ട്, അല്ലെ? നമ്മളിപ്പോ ഖുർആൻ ഓതുമ്പോ ആലോചിച്ച് നോക്കിയ, ഫാത്തിഹ ഓതുമ്പോ എന്താ ചെയ്യുന്ന? നമ്മൾ ഫാത്തിഹ ഓതുമ്പോ ഖുർആൻ നമ്മളോട് സംസാരിക്കുന്നില്ലേ? നമ്മൾ ഖുർആനോട് സംസാരിക്കുന്നില്ലേ? അല്ലെങ്കിൽ അള്ളാഹുവിനോട് നമ്മൾ സംസാരിക്കുന്നില്ലേ? അതൊരു ഡയലോഗാണ്. ഒരിക്കലും ഈ ഖുർആൻ എന്തല്ല, മോണോലോഗല്ല, അതൊരു ഡയലോഗാണ്. നമ്മള് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നമ്മളാണ് പറയുന്നത്, ഞങ്ങളെ നീ നേരായ വഴിയിലൂടെ നയിക്കണേ. അപ്പൊ അള്ളാഹ് പറയുന്നുണ്ട്, നിങ്ങൾക്കുള്ള മാർഗം ഞാൻ കാണിച്ചു തരാം, അല്ലെ? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമ്മൾ പറയുമ്പോൾ അള്ളാഹ് പറയുന്നുണ്ട്, ഹമിദനി അബ്ദി, എന്റെ അടിമ എന്നെ സ്തുതിച്ചു. അതായത് ഈ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുമ്പോ, ഖുർആൻ നമ്മൾ കേൾക്കുമ്പോ ഖുർആൻ നമ്മളോട് സംസാരിക്കുന്നു. ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ ഖുർആനോട് സംസാരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കുക, നമ്മളുടെ വിഹിതം എന്താണ് ഖുർആനിൽ? വതജഅലൂന റിസ്ഖക്കും എന്ന് പറഞ്ഞല്ലോ, നിങ്ങളുടെ വിഹിതം ഇതിനെ കളവാക്കുക എന്നതാണോ? നമ്മളുടെ വിഹിതം എന്താ ഖുർആനെന്ന്? നമുക്ക് എത്ര ഖുർആൻ അറിയാം? നമുക്ക് എത്ര നമ്മൾ ഓരോരുത്തരും ഒരാളും ഒരിക്കലും പറയാൻ പറ്റില്ല ഞാൻ ഖുർആൻ മുഴുവൻ മനസ്സിലാക്കി, ഖുർആൻ മുഴുവൻ പഠിച്ച ആളാണ് ഞാൻ എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഖുർആനെ ഒരു കമ്പാനിയനാക്കി മാറ്റണം, ഒരു നമ്മളോട് സഹവസിക്കുന്ന ഒരാളാക്കി മാറ്റണം. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ഒരു സുഹൃത്തുണ്ട്, നിങ്ങൾ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളായ സുഹൃത്തുക്കളുണ്ട്, ആണുങ്ങൾക്ക് ആണുങ്ങളായ സുഹൃത്തുക്കളുണ്ട്, ഏറ്റവും ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾ ഉണ്ടാവും, അല്ലെ? അവരോടൊപ്പം എത്ര സമയം വർത്താനം പറഞ്ഞിരുന്നാലും മതിയാവും നിങ്ങൾക്ക്? നല്ല ഇഷ്ടപ്പെട്ട ചില ബോറൻ സുഹൃത്തുക്കളാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കും, അല്ലെ? കുറച്ച് വരണ്ടാന്ന് ആഗ്രഹിക്കും. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കളാണെങ്കിലോ കാണുന്നത് തന്നെ ഒരു ആനന്ദമായിരിക്കും, അല്ലെ? അവരോട് എത്ര നേരം വേണമെങ്കിലും നമ്മൾ സംസാരിച്ചിരിക്കും. ഇതുപോലെ ഖുർആൻ നമുക്കാകുന്നുണ്ടോ? ഖുർആൻ നമ്മളോട് സംസാരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്നു? നമ്മൾ പലപ്പോഴും ഖുർആൻ അവിടെ ഓൺ ചെയ്ത് വെച്ചിട്ട് വേറെ സംസാരിക്കാനും വണ്ടിയിൽ ചിലപ്പോൾ ചില ആളുകൾ ഖുർആൻ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും, പക്ഷെ അവര് ഖുർആൻ ഇങ്ങനെ ഒരു ഭാഗത്ത് ഓതുണ്ടാവും, അവരിങ്ങനെ അവരുടെ സംഭാഷണം നടത്തുന്നുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് വേണ്ടെന്ന് വെച്ചാല്, ഒരിക്കലും ഒരുപാട് ചില ആളുകളുടെ വിചാരം, എനിക്ക് ഒട്ടും ഇത് മനസ്സിലാവില്ല, ഖുർആൻ തീരെ മനസ്സിലാവില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, ഇതങ്ങോട്ട് കംപ്ലീറ്റ് വിട്ടേക്കണം. അങ്ങനെയല്ല, നമുക്ക് ഇപ്പോൾ ചെറിയ ചെറിയ സൂറത്തുകൾ അറിയാം. ഇപ്പൊ നിങ്ങൾ സൂറ അൽ വാഖിയ പഠിക്കുന്നു, അതാ ഞാൻ പറഞ്ഞത്, റമദാനിൽ നിങ്ങൾക്കൊരു ഒരു അജണ്ട ഞാൻ തരുകയാണ്. ഈ സൂറ അൽ വാഖിയ ആയിക്കോട്ടെ, റമദാനിൽ നിങ്ങളുടെ
പഠനത്തിന്റെ ഒരു കേന്ദ്ര ബിന്ദു. ഇത് നിങ്ങളിപ്പോ അർത്ഥം മനസ്സിലാക്കി വരികയാണല്ലോ. ഇതിനർത്ഥം ആവർത്തിച്ച് എല്ലാ ദിവസവും പാരായണം ചെയ്യുക, ഇത് ഹിഫ്ളാക്കുക. ഇത് നമസ്കാരത്തിൽ, സുന്നത്ത് നമസ്കാരങ്ങളിൽ നിങ്ങൾ ഒറ്റയ്ക്ക് നമസ്കരിക്കുമ്പോൾ സൂറത്തുൽ വാഖിയ ഓതുക. എന്നാലോ ഒരു റമദാന് നിങ്ങൾ സൂറത്തുൽ വാഖിയ പഠിച്ചു, അത് ഹിഫ്ളാക്കി, അതിന്റെ മീനിങ് പഠിച്ചു, അത് നന്നായി പാരായണം ചെയ്യാൻ പഠിച്ചു. ഇങ്ങനെയാണെങ്കിലോ ഒരു 30 ദിവസം കൊണ്ട് നിങ്ങൾ ഒരു സൂറത്ത്, ഖുർആനിൽ നിന്ന് ഒരു സൂറത്ത് നമ്മൾ മനസ്സിലാക്കിയല്ലോ. നമുക്ക് പറയാലോ, എന്റെ ജീവിതത്തിൽ എന്നാലും വാക്യ മുഴുവൻ നമ്മൾ പഠിച്ചവരാകുന്നില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് എനിക്ക് ഇനി അൽവാക്കയ എവിടെ നിന്ന് കേട്ടാലും, സൂറ അൽവാക്കയ എവിടെ നിന്ന് കേട്ടാലും, ഏത് ഇമാമ് ഓതിയാലും, ആര് പാരായണം ചെയ്താലും, ഞാൻ സ്വയം തന്നെ പാരായണം ചെയ്താലും എനിക്കതിന്റെ എല്ലാ ആയത്തുകളും മനഃപ്പാടമാണ്, ആയത്തുകളുടെ അർത്ഥം എനിക്കറിയാം, എനിക്കത് നന്നായി പാരായണം ചെയ്യാൻ പറ്റും എന്ന ഒരു അച്ചീവ്മെന്റ് റമദാനില് നമുക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? നിങ്ങൾക്ക് ശ്രമിക്കാമോ? നിർബന്ധമായിട്ട് ഞാൻ ഓരോരുത്തരുടെ അടുത്തും വാക്ക് ചോദിക്കുന്നില്ല, പക്ഷെ നമുക്ക് ശ്രമിക്കാൻ പറ്റുമെങ്കിൽ അതാണ് വതജഅലൂന റിസ്ഖക്കും അന്നക്കും തുകദ്ദിബൂൻ. സത്യനിഷേധികളോട് അള്ളാഹു പറയുന്ന, നിങ്ങൾ ആ ഖുർആനിനോടുള്ള നിങ്ങളുടെ വിഹിതത്തെ നിങ്ങൾ കളവാക്കുന്നവരാക്കി മാറ്റിയവരാണ് എന്ന് പറയണമെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാൻ സാധിക്കണം, ഇല്ല, ഞങ്ങൾ ആ റിസ്ഖല്ല ആക്കിയിരിക്കുന്നത്, മറിച്ച് ഞങ്ങളുടെ റിസ്ഖ് എന്താണ്? ഖുർആനിൽ നിന്ന് ഞങ്ങളുടെ റിസ്ഖ് ഞങ്ങൾ അതിനെ മനസ്സിലാക്കുന്നു, ഞങ്ങളതിനെ പഠിക്കുന്നു, ഞങ്ങളതിനെ പാരായണം ചെയ്യുന്നു. ഇതാണ് ഞങ്ങളുടെ റിസ്ഖ് ഞങ്ങളാക്കി. ഞങ്ങൾ ഒരിക്കലും ഖുർആനോട് അഫബിഹാദൽ ഹദീസി അൻതും മുദ്ഹിനൂൻ എന്ന് പറഞ്ഞ ഒരു വിഭാഗത്തിൽ ഞങ്ങൾ പെട്ടിട്ടില്ല, മറിച്ച് ഞങ്ങളത് വളരെ മനോഹരമായി പാരായണം ചെയ്യുന്നു, മനോഹരമായി അതിനെ അർത്ഥം മനസ്സിലാക്കുന്നു, ആശയം മനസ്സിലാക്കുന്നു, അത് ജീവിതത്തിൽ പകർത്താൻ ഞങ്ങൾ ശ്രമിക്കുന്നു. നമ്മൾ നോക്കൂ, ഇപ്പൊ പലപ്പോഴും നമ്മുടെ നമസ്കാരം എങ്ങനെ, നമസ്കാരത്തിന്റെ അറബി വാക്കെന്താ? സലാത്ത് അല്ലെ? സലാത്തിന്റെ മറ്റൊരർത്ഥം എന്താ? സിലത്ത് എന്നാണ്, കണക്ഷൻ എന്നാണ്. നമസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു കണക്ഷനാണ്, അള്ളാഹുവായിട്ടുള്ള ഒരു കണക്ഷനാണ്. നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോ പലപ്പോഴും ഒരു കണക്ഷൻ ഇല്ല അള്ളാഹുവായിട്ട്, അല്ല? ഉണ്ടോ? എന്താ ചെയ്യണം? നമ്മൾ കൈ കെട്ടുമ്പോൾ നമ്മുടെ ഓർമ്മ പോവും, പിന്നെ നമ്മൾ ദുനിയാവിലുള്ള സകല വസ്തുക്കളെ കുറിച്ചും ചിന്തിക്കും, സലാം വിട്ടുമ്പോൾ ഓർമ്മ തിരിച്ചു വരും, അല്ലെ? എല്ലാറ്റിനെ കുറിച്ചും ആലോചിക്കും, കിട്ടാനുള്ള കടം, കൊടുക്കാനുള്ള പൈസ, നാളെ പോകേണ്ട സ്ഥലം, പിന്നെ നാട്ടിലെ വിശേഷങ്ങൾ, വീട്ടിലെ വിശേഷങ്ങൾ, കൂട്ടുകാരുടെ വിശേഷം, ഇതൊക്കെ നമുക്ക് ഓർമ്മ വരുന്ന എപ്പോഴാ? നിസ്കാരത്തിലാണ്. വളരെ ദൗർഭാഗ്യം എന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് അത് പിശാചാണെങ്കിൽ അത് നന്നായി ചൂഷണം ചെയ്യുകയും ചെയ്യും. പക്ഷെ നമസ്കാരം പോലെ അള്ളാഹുമായി കണക്ട് ചെയ്യാനുള്ള ഒരു അവസരം വേറെയില്ല. വിശുദ്ധ ഖുർആനിൽ നിന്ന് നമ്മൾ പഠിച്ചത് നമുക്ക് ഓതാനും അത് നമ്മൾ ആവർത്തിച്ച് മനസ്സിലാക്കാനും ഒക്കെ പറ്റിയൊരു അവസരമാണ് നമസ്കാരം. അതാണ് ഖുർആനിൽ നിന്ന് ഒരു ഭാഗമെങ്കിലും ഓതാതെ, ഫാത്തിഹ ഓതാത്തവന് നിസ്കാരമില്ല, അല്ലെ? എന്ന് അള്ളാഹു എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. നമ്മൾ ഫാത്തിഹ ലാ സലാത്ത ലിമൻ ലം യഖ്റ ഫാത്തിഹത്തുൽ കിതാബ്. ഫാത്തിഹ ഓതാത്തവന് നിസ്കാരം കിട്ടൂല. ഇമാമിന്റെ ഒപ്പമാണെങ്കിൽ നമ്മൾ ഓതിക്കൊള്ളുന്നില്ല, ഇമാമ ഓതിയാൽ മതി. അതുകൊണ്ടാണ് ഇമാമിന്റെ ഒപ്പം നമ്മൾ നിൽക്കുമ്പോൾ റുക്കൂവിൽ നമ്മൾ നിസ്കാരത്തിൽ ചേർന്നാലും ആ റക്കാത്ത് നമുക്ക് കിട്ടും. ഞാൻ പറഞ്ഞതല്ല, ബേസിക്കലി നമസ്കാരത്തിൽ അള്ളാഹു ഖുർആൻ ഓതുക എന്നത് നിർബന്ധമാക്കിയത് എന്തുകൊണ്ടാ? ഈ ഖുർആനിലൂടെ മാത്രമേ നമുക്ക് അള്ളാഹുവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാൻ പറ്റുള്ളൂ. എന്തുകൊണ്ട് ഖുർആൻ ഒരു എല്ലാ കാലത്തേക്കുള്ള മുഅ്ജിസത്തായി? അത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പൊ മൂസാ നബിയുടെ വടി ഒരു മുഅ്ജിസത്താണ്, അല്ലെ? മൂസാ നബിയുടെ വടി ഒരു മുഅ്ജിസത്താണ്. പക്ഷെ അത് എത്ര കാലം ആ മുഅ്ജിസത്തുണ്ടാവും? അത് കണ്ട ആളുകൾക്ക് അതൊരു മുഅ്ജിസത്താണ്. അതിനുശേഷം മൂസാ നബിക്ക് ശേഷം വന്ന ആളുകൾ, വാപ്പാമാരെ മക്കളോട് പറയും, മൂസാ നബിക്ക് ഇങ്ങനെ ഒരു വടി ഉണ്ടായിരുന്നിട്ടോ, അത് നിലത്തിട്ട പാമ്പാവും. പിന്നെ അതൊരു കഥയായി, അല്ലെ? കഥയായി. മൂസാ നബിയുടെ കാലത്ത് ചെങ്കടൽ രണ്ടായി പിളർന്നു എന്ന് പറയുന്നത് കണ്ട ആളുകൾക്ക് അതെന്താണ്? മുഅ്ജിസത്താണ്. പക്ഷെ അതിനുശേഷം അതൊരു കഥയാണ്, സ്റ്റോറിയാണ്. 2-3 തലമുറ ചിലപ്പോൾ അത് വിശ്വസിക്കും. 4-ാമത്തെ 5-ാമത്തെ തലമുറ പറയുമ്പോ എന്തെന്ന് ഈ പറയണ, കടല് രണ്ടാവേ, ഞങ്ങൾ വിശ്വസിക്കൂല. ഇപ്പൊ ഒരുപാട് ആളുകൾ അത് വിശ്വസിക്കുന്നില്ല. നമ്മൾ എന്തുകൊണ്ട് വിശ്വസിക്കുന്നു? ഖുർആനിൽ അത് പറഞ്ഞുകൊണ്ട്. ഇതായിരുന്നു പഴയ പ്രവാചകന്മാർ. സാലിഹ് നബിക്ക് അള്ളാഹു കൊടുത്തത് ഒരു പർവ്വതം പിളർന്ന ഒരു ഒട്ടകം വന്നു, അവർക്കത് മുഅ്ജിസത്താണ്. ശേഷം വരുന്ന തലമുറക്കോ അതൊരു കഥയാണ്. പക്ഷെ ഖുർആൻ ഒരു മുഅ്ജിസത്താകുന്നത് എന്തുകൊണ്ടാ? അതെല്ലാവർക്കും കാണാൻ പറ്റും, നമുക്കറിയാൻ പറ്റും. ഖുർആൻ ആകുന്ന മുഅ്ജിസത്ത്
നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അള്ളാന്റെ കലാമാണെന്നുള്ള സംഗതി വളരെ വ്യക്തമായിട്ട് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് ഖുർആനിനെ അവസാനത്തെ പ്രവാചകന് കൊടുത്ത മുഅ്ജിസത്ത് അള്ളാഹു ഖുർആനാക്കിയത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം അത് എല്ലാവർക്കും സ്പർശിക്കാൻ പറ്റുന്ന ഒരു മുഅ്ജിസത്താണ്, എല്ലാവർക്കും അനുഭവിച്ചറിയാൻ പറ്റുന്ന ഒരു മുഅ്ജിസത്താണ് വിശുദ്ധ ഖുർആൻ. ഓക്കെ, അപ്പോ നമ്മള് ഖുർആാനോടുള്ള നമ്മുടെ നിലപാട് നമ്മൾ പുനഃപരിശോധിക്കുക. ഞാനടക്കം നമ്മളെല്ലാവരും നമ്മൾ എവിടെയാണോ ഇപ്പൊ ഖുർആാനോടുള്ളത് അതിന്നൊരു ഒരു ദിവസമെങ്കിലും നമുക്ക് ഖുർആൻ ഓതുമ്പോൾ അത് മനസ്സിലായിട്ട് നമസ്കാരത്തിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് നമസ്കരിക്കാൻ സാധിക്കുക. ചെറിയ ചെറിയ സൂറത്തായിരിക്കും നമ്മൾ ഓതുക, പക്ഷെ അത് മനസ്സിലാക്കിയിട്ട് ഓതുക, അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് ഓതുക, എന്നിട്ട് ചിന്തിക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് അതിനേക്കാളും ഗൗരവമുള്ള ഒരു സംഗതിയാണ് അള്ളാഹു പറയുന്നത്. ഫലൗല, ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഫലൗല ഇദാ ബലഗത്തിൽ ഹുൽഖൂം, ആ മരണം അല്ലെങ്കിൽ നിങ്ങളുടെ നഫ്സ് നിങ്ങളുടെ തൊണ്ടക്കുഴിയിൽ എത്തുമ്പോൾ ഉള്ള അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഫലൗല, നിങ്ങൾ എന്തുകൊണ്ട് അത് ചിന്തിക്കുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല? ഇദാ ബലഗത്തിൽ ഹുൽഖൂം, ഇതെത്തുമ്പോ അല്ലെ, ബലഗത്ത് എന്ന് പറഞ്ഞാൽ ആ ബലഗത്തിൻ നഫ്സാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ നഫ്സ്, നിങ്ങളുടെ ആത്മാവ് അത് തൊണ്ടക്കുഴിയിലെത്തുമ്പോ അപ്പോഴല്ലേ റൂഹ് പോവാ. നമ്മുടെ ആ റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയിട്ട് അവിടെ നിന്നാണല്ലോ അത് പിടിച്ചെടുക്കുക അല്ലെ, മലക്കുകൾ. അത് തൊണ്ടക്കുഴിയിലെത്തുമ്പോ നിങ്ങൾക്ക് എന്തുകൊണ്ട് അതിനെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല? അതാണ് ചോദ്യം. ഫലൗല എന്നുള്ളത് അവിടെ ഒരു വാക്ക് കളഞ്ഞതുപോലെയാണ് നമ്മളത് മനസ്സിലാക്കേണ്ട. ഫലൗല തഖുദുഹ, അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അതിനെ പിടിച്ചു നിർത്തുന്നില്ല? ഫലൗല തഖ്ബിലുഹ ഇദാ ബലഗത്തിൽ ഹുൽഖും, ആത്മാവ് നിങ്ങളുടെ റൂഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പോ. ഹുൽഖൂം എന്ന് പറഞ്ഞാൽ എന്താ? ഹുൽഖൂം തൊണ്ടക്കുഴി. നമ്മൾ പറയല്ലേ ഹൽക്കിന് പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് പണ്ടത്തെ ആളുകൾ പറയല്ലേ, പണ്ടത്തെ ആളുകൾ, അതാണ് ഈ ഹുൽഖൂം. തൊണ്ടക്കുഴിയിലെത്തുമ്പോ നിങ്ങൾക്ക് എന്തുകൊണ്ട് അതിനെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നില്ല? അന്തും, നിങ്ങളാകട്ടെ ഹീന ഇതിൻ, ആ സമയത്ത് തന്ദുറൂൻ, നിങ്ങളിത് നോക്കിക്കൊണ്ടിരിക്കുന്നു അല്ലെ. മരണം തൊണ്ടക്കുഴിയിലെത്തുമ്പോ നമ്മൾ എന്താ ചെയ്യാ? എല്ലാവരും നോക്കും. കണ്ടിട്ട് ആരെങ്കിലും മരണത്തിന് സാക്ഷികളായവരുണ്ടോ? അവിടെ മരണത്തിന് സാക്ഷികളായവരുണ്ടോ? മരിക്കാൻ കിടക്കുന്ന ആളുകളുടെ അടുത്ത് ഞാൻ ഏറ്റവും അവസാനം എന്റെ വാപ്പാട മരണം കണ്ട ആളാണ്. മരിക്കുന്ന സന്ദർഭത്തിൽ തൊട്ടടുത്തുണ്ടാകാൻ ഭാഗ്യം സിദ്ധിച്ച ആളാണ് എന്ന് പറഞ്ഞാല് നമുക്കത് ശരിക്കും ഫീൽ ചെയ്യും. മരണം എങ്ങനെയാണ് മരണം വരുന്നത് എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അവരിങ്ങനെ നമ്മുടെ നേരെയൊക്കെ നോക്കും. അതാണ് വഅൻതും ഹീന ഇതിൻ തൻളുറൂൻ. ആ മരണം തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ നിങ്ങളിങ്ങനെ നോക്കും, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മുഖത്തേക്ക് നിങ്ങളിങ്ങനെ നോക്കും. പക്ഷേ വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും, നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ വാപ്പാടെ കൈ പിടിച്ചിട്ടുണ്ടാകും, നിങ്ങളുടെ ഉമ്മയെ നിങ്ങളിങ്ങനെ തലോടുന്നുണ്ടാവും. പക്ഷേ വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും, നിങ്ങളെക്കാൾ ആ മരിക്കുന്ന മനുഷ്യനോട് അടുത്ത് നിൽക്കുന്നത് ആരാ? ഞാനാണ്. അള്ളാഹു പറയണം വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും, നിങ്ങളെക്കാളും ആ മരിക്കുന്ന മനുഷ്യനോട് അടുത്ത് നിൽക്കുന്നത് നാമാണ്. വലാകിൻ ലാ തുബ്സിറൂൻ, പക്ഷേ നിങ്ങൾ കാണുന്നില്ല, നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. നിങ്ങൾ അള്ളാനെ കാണുന്നില്ല, നിങ്ങൾ കാണുന്നത് ആ ചുറ്റുപാടും പരിസരമാണ്. ഒരാൾ മരിക്കാൻ കിടക്കുന്നു, അദ്ദേഹം ചുറ്റുള്ളവരെ നോക്കുന്നു, ചുറ്റുള്ളവരോട് എന്തൊക്കെയോ പറയുന്നു, പറയാൻ ശ്രമിക്കുന്നു, ചിലത് പറയാൻ പറ്റുന്നു, ചിലത് പറയാൻ പറ്റുന്നില്ല. പക്ഷെ അവിടെ ആരുണ്ട്? എല്ലാവരോടും ഈ മരിക്കാൻ പോകുന്ന ആസന്ന മരണനായി കിടക്കുന്ന ആളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഞാനാണ്. ഫലൗല ഇൻ കുൻതും ഗൈറ മദീനീൻ തർജിഊനഹ ഇൻ കുൻതും സാദിഖീൻ. ഫലൗല, അവിടെ ഈ വാചകത്തിന്റെ ഘടന ഞാനൊന്ന് വിശദീകരിക്കാം, അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ. ഫലൗല തർജിഊനഹ ഇൻ കുൻതും ഗൈറ മദീനീൻ. ഈ തർജിഊനഹ എന്നത് ശരിക്കും വരേണ്ടത് ഫലൗല എന്നതിന് ചേർത്താണ്. ഇൻകുന്തും ഗൈറ മദീനീൻ എന്നത് അതിന്റെ ഇടക്ക് വന്ന ഒരായത്താണ്. ജുംല ഇഅ്തിറാദിയ എന്നതിനെ പറയാം. ഇടക്ക് വന്ന ഒരു ജുംലയാണ്, സെന്റൻസ്, ജുംല ഇഅ്തിറാദിയ. ഫലൗല, നിങ്ങൾക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? തർജിഊനഹ, ആ പോകുന്ന ആത്മാവിനെ, മലക്കുകൾ പിടിച്ചുകൊണ്ടുവന്ന റൂഹില്ലേ, ആ റൂഹിനെ നിങ്ങൾക്ക് എന്തുകൊണ്ട് തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നില്ല, തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നില്ല? ഇൻകുന്തും ഗൈറ മദീനീൻ, നിങ്ങൾ
വിധേയരല്ലാത്തവരാണെങ്കിൽ, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ആ റൂഹിനെ തിരിച്ചു കൊണ്ടിരുന്നില്ല? ആരെങ്കിലും മരിക്കുന്ന നേരത്ത് ആർക്കെങ്കിലും രക്ഷിക്കാൻ സാധിക്കുമോ? ഒരാൾ മരിക്കാൻ കിടക്കുമ്പോൾ റൂഹിനെ, അത് മറ്റൊരു പാട്ടിൽ ചോദിക്കുന്നില്ലേ, റൂഹിന് പറയാനാകുമോ അസ്രായിലെത്തുമ്പോൾ എന്താണ്, ഞാൻ വരില്ലെന്നും മരണം എനിക്ക് വേണ്ടെന്നും, അല്ലെ? റൂഹിന് പറയാനാകുമോ അസ്രായിലെത്തുമ്പോൾ ഞാൻ വരില്ലെന്നും മരണം എനിക്കു വേണ്ടെന്നും. കേട്ടണ്ട ആ പാട്ട്? അങ്ങനെ ഒരു പാട്ടുണ്ട്. അതായത് റൂഹ് ശരിക്കും വാസ്തവത്തില് ആ ഒരു രംഗം അള്ളാഹു ചിത്രീകരിക്കുന്നത് വളരെ എന്താ പറയാ, ഒരു വികാരഭരിതമായ ഒരു അവസ്ഥയെ കുറിച്ചാണ് ആ പറയുന്നത്. ഫലൗല ഇൻകുന്തും ഗൈറ മദീനി, നിങ്ങൾ മറ്റുള്ളവയ്ക്ക് വിധേയരല്ലാതെ സ്വയം തന്നെ കഴിവുള്ളവരാണെങ്കിൽ, ഫലൗല തർജിഊനഹ, നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ റൂഹിനെ മടക്കിക്കൊണ്ടുവരാൻ പറ്റുന്നില്ല? ഇൻകുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ, നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ, നിങ്ങൾക്ക് വലിയ വലിയ കഴിവുള്ളവര്, സ്പേസിൽ പോയവര്, സ്പേസ് ടൂറിസം നടത്തുന്നവര്, ഇലക്ട്രിക് കാർ ഉണ്ടാക്കിയവര്, മെറ്റാവേഴ്സ് ഉണ്ടാക്കാൻ പോണവര്, ഇൻസ്റ്റാഗ്രാം ഉണ്ടാക്കിയവര്, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇപ്പോ വലിയ റോബോട്ട് ഉണ്ടാക്കിയവര്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടാക്കിയവര്, ഇങ്ങനെയൊക്കെ വലിയ വലിയ കഴിവും വലിയ വലിയ വർത്താനമൊക്കെ പറയുന്ന ആളുകളാണ് സത്യസന്ധരാണെങ്കിൽ, ഒരാൾ മരിക്കാൻ നേരത്തെ അയാളുടെ റൂഹിനെ ഒന്ന് നിങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചു നോക്കൂ. ഇതാണ് അള്ളാഹ് വെല്ലുവിളിക്കുന്നത്, മനുഷ്യരെ വെല്ലുവിളിക്കുന്ന വളരെ സുപ്രധാനമായ സംഗതി. ഫഅമ്മ, പക്ഷെ അപ്പോ കണ്ടിരുന്ന ഒരാളെ മരണ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ശരിക്ക് എന്നുള്ള ആ സൂറത്തുൽ ഖിയാമയിലുള്ള ആ രംഗം കണ്ടിട്ട് ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു, അപ്പൊ ആഴത്തിൽ എത്ര സത്യ പറഞ്ഞിരിക്കുന്നത്. കണങ്കാലും ആ പിടിയുന്ന സമയം എന്ന് പറഞ്ഞിട്ട് ശരിക്ക്, കാരണം മലമൂത്ര വിസർജനം പോയി പോകുന്നതും എല്ലാം അങ്ങനെ കണ്ണുകൊണ്ട് കണ്ടപ്പോ ഖുറാന്റെ ആയത്ത് എത്ര സത്യാണ്. വക്കീല കാര്യം മന്ത്രി ചൂടാന്നുള്ള ആ ഒരു ആയത്ത് കേട്ടപ്പോ അവിടെ ഉള്ളവരിങ്ങനെ മന്ത്രി ചൂടുന്ന രംഗം ഞാൻ കാണുന്നത്. അതെ അതെ, അത് സൂറത്തുൽ ഖിയാമയില് ആ ആയത്തുകൾ പറയുന്നത്, കല്ലാ ഇദാ ബലഗത്തി തറാഖിയ വഖീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖു ബിസ്സാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. ആ ആയത്തുകളുടെ വാചകങ്ങൾ പോലും നോക്കൂ. ആ ഖാഫ് നല്ല ഒരു എന്താ പറയാ, ഒരു ഭയം സൃഷ്ടിക്കുന്ന ഒരു വാക്ക്, അല്ലെങ്കിൽ ആ മരണത്തിന്റെ രംഗത്തെ, അതിന്റെ ഗാംഭീര്യത്തെ, ഗൗരവത്തെ ശരിക്കും അതുപോലെ തന്നെയാണ് ഇവിടെയും. ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം വഅൻതും ഹീനഇദിൻ തൻദുറൂൻ. ഇത് ശരിക്ക് നമുക്ക് കരഞ്ഞുകൊണ്ടല്ലാതെ ഇത് ഓതാൻ പറ്റില്ല, അങ്ങനെയോ നമുക്കിത് ഓതാൻ പറ്റുള്ളൂ. വഅൻതും ഹീനഇദിൻ തൻദുറൂൻ, നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു, മരണം തൊണ്ടക്കുഴിയിലെത്തുന്നു. വനഹ്റു അഖ്ലബു ഇലൈഹി മിൻകും, നിങ്ങളെക്കാൾ ആ മരണത്തോട്, ആ മരിക്കുന്ന മനുഷ്യനോട് ഞാനാണ് അടുത്ത് നിൽക്കുന്നത്. വലാകിൻ ലാ തുബ്സിറൂൻ, പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. ഫലൗലാ ഇൻ കുന്തും ഗൈറ മദീനീൻ, നിങ്ങൾ മറ്റൊന്നിനും വിധേയപ്പെടാതെ വലിയ 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 ശക്തന്മാരാണ് എന്ന് നിങ്ങൾ വാദിക്കുന്നുവെങ്കിൽ, തർജിഊനഹ ഇൻ കുന്തും സാദിഖീൻ, നിങ്ങൾ ആ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ ആ മരിക്കുന്ന ആളെ ഒന്ന് തിരിച്ചു കൊണ്ടുപോവാ. അപ്പുറത്ത് പറയുന്നത് കല്ലാ ഇദാ ബലഗത്തി തറാഖിയ, ആ മരണം തൊണ്ടക്കുഴിയിൽ എത്തുമ്പോ വഖീല മൻ റാഖ്, ചോദിക്കാണ് ആരെങ്കിലും ഉണ്ടോ ഒന്ന് ഈ മരണത്തെ സുഖപ്പെടുത്തുന്ന, മന്ത്രിച്ചൂതിട്ട് ഇതിനെ സുഖപ്പെടുത്തുന്ന ആരെങ്കിലും ഉണ്ടോ? വൽതഫത്തി സാഖു ബിസ്സാഖ്, കണങ്കാലുകൾ തമ്മിൽ പരസ്പരം ചേരുമ്പോ ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്, അപ്പോ നിന്റെ റബ്ബിന്റെ അടുത്തിലേക്കാണ് ആ ആത്മാവിനെ കൊണ്ടുപോകുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ഫേസ് ചെയ്യേണ്ട ഒരു അവസ്ഥയെക്കുറിച്ചാണ് ആ പറയുന്നത്. മരണം സുനിശ്ചിതമാണ്. നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചപ്പോ ഒപ്പം കൊണ്ടുവന്ന ഏക സംഗതി മരണമാണ്. ജനിച്ചിട്ടുണ്ടോ? മരിച്ചിരിക്കും. പക്ഷെ നമ്മളെല്ലാവരും വിചാരിക്കുന്ന എന്താ, നമ്മളിപ്പോ മരിക്കൂല എന്നാണല്ലോ. ഒരിക്കലും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇന്ന ആള് മരിച്ചു. ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു. അപ്പൊ ഈ വന്ന ആള് വിചാരിച്ചു ഇദ്ദേഹത്തോടുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹം കാരണമായിരിക്കും, അല്ലെങ്കിൽ ആ ആള് അടുത്ത ആളായതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ചോദിച്ചു, ഇദ്ദേഹത്തെ ഇത്ര അടുപ്പമുള്ള ആളാണോ താങ്കൾ എന്ന് ചോദിച്ചു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല, അടുപ്പം ഉള്ളത് കൊണ്ടല്ല, മറിച്ച് ഞാൻ ആലോചിച്ചത്, ഇപ്പോ നിങ്ങൾ വന്ന് പറഞ്ഞു ഇന്ന ആള് മരിച്ചു എന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ ആലോചിക്കുകയാണ്
ഉമർ മരിച്ചു എന്ന് എപ്പോഴാണ് പറയുന്നത്? ആ ദിവസം എപ്പോഴാ സംഭവിക്കുക? അത് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി അത് ഇപ്പൊ സംഭവിക്കാലോ. നമ്മളിപ്പോ രാവിലെ പത്രം എടുത്ത് നോക്കുമ്പോ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് എടുത്ത് നോക്കുമ്പോ ഒരുപാട് ഇന്നാലില്ല കാണാം ഗ്രൂപ്പിൽ, അല്ലെ? അപ്പോഴാ മനസ്സിലാക്കാൻ നമ്മൾ ഒരാൾ മരിച്ചിട്ടുണ്ട്. നമ്മളെക്കുറിച്ച് അങ്ങനെ ഇന്നാലില്ല പറയപ്പെടുന്ന ഒരു രംഗത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കാറുണ്ടോ? നമ്മളിപ്പോഴൊന്നും മരിക്കില്ല, നമുക്കിപ്പോ എത്ര വയസ്സായിട്ടുള്ളൂ, ഇനിയും കുറെ കാലമുണ്ട് എന്നതാണ് നമ്മളങ്ങനെ പറയുന്നില്ലെങ്കിൽ കൂടി നമ്മുടെ മനസ്സിന്റെ ഉള്ളില് അങ്ങനെയാണ് വിചാരം. ഇപ്പോഴൊന്നും നമ്മൾ പോകില്ല എന്നുള്ളതാണ്. പക്ഷെ ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇത് ഏത് സമയത്തും സംഭവിക്കാമെന്ന ഒരു വിചാരത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കണം. എങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. മരണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് ബേജാറായിട്ട് കരഞ്ഞു പിടിച്ച് അങ്ങനെയല്ല നടക്കണ്ട, മറിച്ച് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ഇസ്തഅദത്തു ലിഖാ റബ്ബി, അല്ലെ? അലിംതു, ഇമാം ഹസൻ ബസരി പറഞ്ഞതാണ്, അലിംതു, ഞാൻ മനസ്സിലാക്കി, അന്നൽ മൗത യന്തളിറുനി, മരണം എന്നെ കാത്തിരിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. ഫസ്തഅദത്തു ലിഖാഇ റബ്ബി, അപ്പോൾ ഞാൻ തയ്യാറെടുത്തു. ലിഖാഇ റബ്ബി, എന്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ ഞാൻ തയ്യാറെടുത്തു. അപ്പൊ അതിനാണ് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ വേണ്ടത്. അല്ലാതെ മരിക്കണമല്ലോ എന്ന് വിചാരിച്ച് പേടിച്ചിരിക്കാനല്ല മരണത്തെക്കുറിച്ച് ആലോചിക്കേണ്ടത്. മറിച്ച് മരണത്തെക്കുറിച്ച് ആലോചിക്കേണ്ടത് നാളത്തേക്കുള്ള യാത്രക്കുള്ള തയ്യാറെടുപ്പായിട്ടാണ് നമ്മൾ മരണത്തെക്കുറിച്ച് ആലോചിക്കേണ്ടത്. ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ, എന്നിട്ട് കഴിയും. തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു. സൂറത്ത് ഫുസ്സിലത്തിലെ ആയത്തിനെ കുറിച്ച് പണ്ഡിതന്മാര് പറയുന്നത്, മരണസന്ദർഭത്തില് മലക്കുകൾ ഇറങ്ങി വരും. ആരുടെ അടുത്ത്? പ്രത്യേകിച്ച് ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച ആളുകളാണെങ്കിൽ അവർ നിർബന്ധമായി നല്ല ആശംസകൾ ചൊരിയുന്ന മലക്കുകളെ കാണും എന്നാണ് പറയുന്നത്. മറ്റേ ആളുകൾക്കും ദുർമരണം മരിക്കുന്നവർക്കും മലക്കുകളെ കാണാൻ പറ്റും. പക്ഷെ അതൊരു ഭീകര രൂപം പൂണ്ട ഒരു കറുത്ത തുണിയിൽ അയാളുടെ ആത്മാവിനെ ഇങ്ങോട്ട് വലിച്ചെടുക്കുന്ന അങ്ങനത്തെ ദീർഘമായ ഒരു ഹദീസ് ഉണ്ട്. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ ഒരിക്കലൊരു ആളെ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ഖബറടക്കം കഴിഞ്ഞിട്ട് ആ ഖബറിന്റെ അടുത്തിരുന്നിട്ട് നബി ഈ മരണത്തെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. പരലോകം ഖുർആനിൽ നിന്നുള്ള KC അബ്ദുൽ മൗലവിയുടെ ആ പുസ്തകത്തിൽ അത് വിശദമായി പറയുന്നുണ്ട്. എന്താണ് ആ ഹദീസ്, എന്താണ് മരിക്കുന്ന ആളുകളുടെ അവസ്ഥ. എല്ലാവരും സൗകര്യം കിട്ടുമെങ്കിൽ ഈ റമദാനില് നമുക്ക് വായിക്കാൻ പറ്റിയ ഒരു പുസ്തകം കൂടി അതാണ് കേട്ടോ. എന്താ പറഞ്ഞ? വേറെ ആരോ പറയണ്ടോ? ഇങ്ങനെയോ? പരലോകം ഖുർആനിൽ നിന്നുള്ള പുസ്തകം, KC അബ്ദുള്ള മൗലവിയുടെ പുസ്തകം. അതില് ആ ഹദീസ് അതിന്റെ വിശദമായ അർത്ഥത്തോടുകൂടി പറയുന്നുണ്ട്. അതാ കാണുന്നു, പരലോകം ഖുർആനില് എന്നുള്ള പുസ്തകം അതാ കാണിക്കുന്നു, സെറീന കാണിക്കുന്നുണ്ട്. ഓക്കെ, അത് ശരിക്കും നമ്മുടെ ഈ റമദാനിൽ നമുക്ക് ഒരു മരണത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചൊക്കെ ഒരു ചിന്ത ഉയർത്താൻ പറ്റിയ സമയം. അപ്പോൾ റമദാനിൽ നമുക്കിപ്പോൾ 2 അജണ്ട ആയിട്ടോ. ഒന്ന് സൂറത്തുൽ വാഖിയ കാണാതെ പഠിക്കുക, അതിന്റെ അർത്ഥം പഠിക്കുക. 2 പരലോകം ഖുർആൻ എന്നുള്ള പുസ്തകം വായിക്കുക കേട്ടോ. നമ്മളൊരു അജണ്ട ആക്കിയിട്ട് നമ്മളത് ഏറ്റെടുത്തോളൂ. ഓക്കെ, ഇനി പറയുന്നത് ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ. ഇനി ഈ മരിച്ച ആളുകള് മുഖറബീങ്ങളാണെങ്കിൽ, ആരാണ് മുഖറബീങ്ങള്? നമ്മൾ ആദ്യം പറഞ്ഞു അല്ലെ, ഈ സൂറത്തുൽ വാഖിയയുടെ ആദ്യത്തെ വിഭാഗം ഏതാ? 3 വിഭാഗത്തെ കുറിച്ച് പറഞ്ഞില്ലേ? അസ്സാബിഖൂൻ ഉലൈക്കൽ മുഖറബൂൻ. അപ്പൊ അവര് മുഖറബീങ്ങളാണെങ്കിൽ ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ, അപ്പോൾ അവർ മുഖറബീങ്ങളിൽപ്പെട്ട എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് പടിപടിയായിട്ട് അടുത്ത് ഓരോ ദിവസവും അള്ളാഹുവിനോട് അടുക്കാനുള്ള വഴികളെ തേടുന്ന ആളാണെങ്കിൽ ഫറൗഹുൻ, അയാൾക്ക് എന്തുണ്ടാകും? റൗഹ ഉണ്ടാകും, കാരുണ്യം ഉണ്ടാകും, ആശ്വാസം ഉണ്ടാകും. റൈഹാനുൻ, റൈഹാൻ എന്ന് പറഞ്ഞ 2 അർത്ഥം പറയപ്പെട്ടിട്ടുണ്ട്. ഒന്ന് സ്വർഗത്തിലെ വിശിഷ്ട വിഭവങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, മറ്റൊന്ന് ഒരു റിലാക്സേഷൻ ആണ്. റൈഹാൻ ഇസ്തിറാഹത്ത് ഉണ്ടാവും, ഇസ്തിറാഹത്ത്. വജന്നത്തു നഈം, അനുഗ്രഹീതമായ സ്വർഗം. റൗഹുൻ വറൈഹാനുൻ വജന്നത്തു നഈം, കാരുണ്യം, അള്ളാഹുവിന്റെ കാരുണ്യം, ആശ്വാസം. റൈഹാന് വിഭവങ്ങൾ, വിശിഷ്ട വിഭവം, അതുപോലെ തന്നെ ആശ്വാസം, ഇസ്തിറാഹത്ത്, ഒരു റിലാക്സേഷൻ ഉണ്ടാവും. വജന്നത്തു നഈം, അനുഗ്രഹീതമായ സ്വർഗം. വഅമ്മാ ഇൻ കാന മിൻ അസ്ഹാബിൽ യമീൻ, ഇനി അതല്ല,
അയാൾ വലതുപക്ഷക്കാരനാണെങ്കിൽ, രണ്ടാമത്തെ വിഭാഗം ഫസലാമുൻ ലക മിൻ അസ്ഹാബിൽ യമീൻ, അസ്ഹാബുൽ യമീന് പറയപ്പെടുമെന്ന് നിനക്ക് സമാധാനം. മനുഷ്യന് ഏറ്റവും ആദ്യവും അവസാനവും വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താ? സമാധാനമാണ്, അല്ലെ? എന്തിനാണ് നമുക്ക് നല്ല വീട്, എന്തിനാണ് നല്ല വാഹനം, എന്തിനാണ് നല്ല മറ്റ് ജീവിത വിഭവങ്ങൾ? സമാധാനത്തോടെ ജീവിക്കാനാണ്, അല്ലെ? അതാണ് സ്വർഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം. ഫസലാമുൻ ലക മിൻ അസ്ഹാബിൽ യമീൻ, അസ്ഹാബുൽ യമീനിൽപ്പെട്ട നിനക്ക് സ്വാഗതം, സമാധാനം. വഅമ്മാ ഇൻ കാന മിനൽ മുകദ്ദിബീന അല്ലാലീൻ, എന്നാൽ ദുർമാർഗികളായ മുകദ്ദിബീങ്ങളായ, നേരത്തെ അവിടെ ആദ്യം പറഞ്ഞിടത്ത് അല്ലാലൂനൽ മുകദ്ദിബൂൻ എന്നാണ് പറഞ്ഞത്, അല്ലെ? അവ ആബാഉനൽ അവ്വലൂൻ എന്ന് പറഞ്ഞു കൊടുത്ത് ലആകിലൂന മിൻ ഷജറിൻ മിൻ സഖൂം, അവിടെ പറയുന്നത് ലാലൂനൽ മുകദ്ദിബീൻ. ഇവിടെ മുകദ്ദിബീൻ അല്ലാലീൻ, കാരണം ഇവിടെ പരലോകത്ത് എത്തിക്കഴിഞ്ഞപ്പോ പിന്നെ അവര് ശരിക്ക് ലാലു എന്ന് പറയുന്ന ദുർമാർഗികളല്ല, അവരുടെ വഴി നഷ്ടപ്പെട്ടവരാണ്, വഴി അറിയാതെ ഉഴലുന്ന ആളുകളാണ്. അവരെ കുറിച്ചാണ് പറയുന്നത്. ദുർമാർഗികളായ നിഷേധികളിൽപ്പെട്ട ആളാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അസ്ഹാബു ഷിമാലാണെങ്കിൽ ഫനുസുലും മിൻ ഹമീം, അവന്റെ ആതിഥ്യം സൽക്കാരം, അവന് കിട്ടുന്ന ആദ്യത്തെ സൽക്കാരം എന്താ? മിൻ ഹമീം, ചുട്ടുകൊള്ളുന്ന വെള്ളം, ഹമീം. തസ്ലിയത്തു ജഹീം, അതുപോലെ കത്തിയെരിയുന്ന നരകം, തസ്ലിയത്തു ജഹീം. തസ്ലിയ എന്ന് പറഞ്ഞാൽ കത്തിയെരിയുക, ജഹീം നരകത്തിലെ കത്തിയെരിയൽ. ഇന്ന ഹാദ ലഹുവ ഹഖുൽ യഖീൻ, ഇന്ന ഹാദ തീർച്ചയായും ഇത് ലഹുവ ഹഖുൽ യഖീൻ, സുദൃഢമായ സത്യമാണിത്, ഒട്ടും സംശയമില്ലാത്തൊരു സംഗതിയാണ്. ഇത് സംഭവിക്കാൻ പോകുന്ന 3 ആളുകളെ, 3 വിഭാഗങ്ങളെ പരലോകത്തുണ്ടാവും. അതിലേതിൽ പെടണമെന്ന് നമുക്ക് തീരുമാനിക്കാം. മുഖറബിങ്ങളിൽ പെടണോ, സാബിഖ്യങ്ങളിൽപ്പെട്ട മുഖറബിങ്ങളാവണോ, അസ്ഹാബുൽ യമീനിൽ പെടണോ, അതല്ല മആദല്ലാ അസ്ഹാബു ഷിമാൽ മുകദ്ദിബീൻ അല്ലാലീൻ എന്ന് പറഞ്ഞ വിഭാഗത്തിൽ പെടണോ? അവരുടെയൊക്കെ പരിണതി വളരെ വ്യക്തമാണ്, ക്ലിയർ ആണ്. വാട്ട് ഈസ് ദ കോൺസിക്വൻസ്, വാട്ട് ഈസ് ദ ഔട്ട്കം, വാട്ട് ഈസ് അവൈറ്റിംഗ് യു, എന്താണ് നിങ്ങളെ കാത്തിരിക്കുന്നത്, അത് വളരെ ക്ലിയർ ആണ്. അതുകൊണ്ട് ഇതിനകത്തൊരു സംശയവും വേണ്ട. ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അളീം, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നീ പ്രകീർത്തിക്കണം. ബിസ്മി റബ്ബിക്കൽ അളീം, മഹാനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തെ നിങ്ങൾ പ്രകീർത്തിക്കണം. ഈ ആയത്ത് അവതരിച്ചപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇജ്അലൂഹു ഫീ റുകൂഇക്കും, ഇത് നിങ്ങളുടെ റുകൂയിൽ നിങ്ങൾ പറഞ്ഞോ എന്ന് സഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ റുകൂയിൽ എന്ത് പറയുന്നത്? എന്താ റുക്കൂല് പറയുന്നത്? സുബ്ഹാന റബ്ബിയൽ അളീം എന്ന് നമ്മൾ റുക്കൂല് പറയുന്നതിന്റെ കാരണം, അല്ലെങ്കിൽ അതിന്റെ ഒരു പശ്ചാത്തലം ഈ ആയത്ത് അവതരിച്ചതാണ്. ഈ സൂറത്തുൽ വാഖിയയിൽ ഇത് 2ാമത്തെ സ്ഥലത്താണ്. നേരത്തെയും പറഞ്ഞു, അല്ലെ? ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അളീം. ഓക്കെ, അപ്പോ നമ്മള് സൂറത്തുൽ വാഖിയ കുറച്ച് ഓടിച്ചിട്ടാണെങ്കിലും ഇത്തിരി സ്പീഡിലാണെങ്കിലും നമ്മളിത് എടുത്തു കഴിഞ്ഞു. ഇനി നിങ്ങൾ എന്ത് വേണമെന്ന് വെച്ചാൽ വിശുദ്ധ ഖുർആനിനെ നമ്മുടെ ഒരു കമ്പാനിയനാക്കാനുള്ള ഒരു ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ ഒപ്പം ഉണ്ടാവണം. അതിനൊരു 10 മിനിറ്റോ 15 മിനിറ്റോ പോരാ. നമുക്ക് എപ്പോഴൊക്കെ സമയം കിട്ടണോ, എപ്പോഴൊക്കെ നമ്മൾ നമ്മുടെ സ്മാർട്ട് ഫോണിനെ നമ്മൾ കൂടെ കൊണ്ടു നടക്കുന്നത് പോലെ നമ്മൾ ഖുർആനിനെയും കൂടെ കൊണ്ടു നടക്കുക. ഇടയ്ക്കൊരു സമയം കിട്ടുമ്പോൾ സിഗ്നലിലും തിരക്കിലും ട്രാഫിക്കിലൊക്കെ പോകുമ്പോൾ ഒട്ടും ടെൻഷൻ ആവണ്ട, ഖുർആൻ ഇങ്ങനെ കേൾക്കുക. അതിന് പറ്റിയ USB-യോ CD-യോ എന്താണോ വണ്ടിയിൽ അതിന്റെ സംവിധാനം, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഫോണിൽ അത് ഓൺ ചെയ്ത് വെച്ചിട്ട്, ഫോണിലാകുമ്പോൾ സൗകര്യമാണ്. നമുക്ക് വണ്ടിയിലല്ല എല്ലായിടത്തും, അടുക്കളയിൽ നിൽക്കുമ്പോഴും കേൾക്കാം, പിന്നെ ഓഫീസിൽ കുറച്ച് ഫ്രീ ടൈം കിട്ടും കേൾക്കാം, അല്ല ക്ലിനിക്കിൽ പോകുമ്പോൾ കാത്തു നിൽക്കുമ്പോഴും കേൾക്കാം, എവിടെയാണോ വെയിറ്റ് ചെയ്യണം അവിടെയൊക്കെ നമുക്കിത് കേൾക്കാം. അതിന് പറ്റുന്നൊരു രൂപത്തിൽ നമ്മുടെ മൊബൈൽ ഫോണിനെ അങ്ങോട്ട് മാറ്റിയാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുക? ഖുർആൻ കേൾക്കുക, പഠിക്കുക, മനസ്സിലാക്കുക, അതിന്റെ അർത്ഥം വിശദമായി മനസ്സിലാക്കുക. പരിശുദ്ധ ഖുർആൻ നന്നായി പഠിക്കുകയും അത് മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. آمين برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.